വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഗവൺമെന്റ് അനാവശ്യമായ അനവസരത്തിൽ പോയി തലയിട്ട് ഈ പ്രശ്നത്തെ വഷളാക്കുകയായിരുന്നു. സത്യത്തിൽ ഈ ഗവൺമെന്റ് ഒരു ദീർഘവീക്ഷണം ഇല്ലാതെയാണ് ഇങ്ങനെ വേലിമ കിടക്കുന്ന പാമ്പിനെ എടുത്ത് ചൂണ്ടിട്ട്. പണ്ട് പറയുന്ന പോലെ നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് സർക്കാരിന്റെ സ്ഥിതി. അവരുടെ തരം ആക്രയമാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഓരോ അബദ്ധങ്ങളാണ് അവർ ഓരോന്നും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വ്യവസ്ഥാപിതമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോർഡ് സുഗമമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് ഈ ഗവൺമെന്റ് വരുന്നത്. ഇതിനു മുമ്പ് പിണറായി ഗവൺമെന്റ് വന്നപ്പോഴും അങ്ങനെ UDF അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ വ്യവസ്ഥാപിതമല്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കുറെ മെമ്പർമാരുണ്ടായിരുന്നു. എന്നാലും അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടില്ല. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു. 2019 വരേക്കും 19 അവസാനിക്കുന്ന കാലം വരേക്ക് UDF നിയമിച്ച അതേ ബോർഡ് തന്നെ സുഗമമായി പോയി. നിങ്ങൾക്കറിയാം, അതിനു മുമ്പ് ബോർഡില് ഇന്നത്തെ നെതുവത്ത് മുജാഹിദിന്റെ സെക്രട്ടറി ഉണ്ടാണ്, പ്രസിഡന്റ്. അദ്ദേഹം മെമ്പറായി വന്നത് പോലും ഷിയ മുസ്ലിങ്ങളുടെ കാറ്റഗറിയിലാണ്. അദ്ദേഹം അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. വഴിവിട്ട കാറ്റഗറിയിലുള്ള UDF നിയമിച്ച ബോർഡുകൾ ഉണ്ടായിട്ട് പോലും വഖഫിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതില്ല എന്ന ഒരു തീരുമാനമായിരുന്നു അന്ന് പിണറായി ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. അവർ 2019 കാലാവധി പൂർത്തിയാകുന്നത് വരേക്കും ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ വരുമ്പോ അതുപോലെ തന്നെ LDF നിയോഗിച്ച ബോർഡ് നിലവിലുണ്ട്. ആ ബോർഡ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പ്രാതിനിധ്യം അതിന് ഉണ്ടായിട്ടില്ല. അതിൽ 2-3 അംഗങ്ങളുടെ കുറവുകൾ ഉണ്ടായാലും ബോർഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയില്ല എന്നത് വഖഫ് ആക്ട് വ്യക്തമായി പറയുന്നു. 11 മെമ്പർമാരെ അറ്റ് എ ടൈം ഒന്നിച്ച് നോമിനേറ്റ് ചെയ്യണമെന്ന് വ്യവസ്ഥ ഇല്ല എന്നും ആക്ട് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സൂചനയല്ല, വ്യക്തമായി തന്നെ പറയുന്നു. പല സന്ദർഭങ്ങളിലാണ് ഒരു പക്ഷേ ഈ അപ്പോയിന്റ്മെന്റുകളൊക്കെ നടക്കുക. ഉദാഹരണത്തിന് ഹൈക്കോടതിയുടെ ബാർ കൗൺസിൽ മെമ്പർ, അത് ഹൈക്കോടതിയുടെ ബാർ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെരുത്തുക. വെയിറ്റ് ചെയ്യേണ്ടി വരും. MLA തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കിട്ടുക. കുഞ്ഞമ്മദ് മാഷ് ഒഴിവ് ഇതുവരെ നികത്തിയിട്ടില്ല, അത് ഈ ഗവൺമെന്റ് നികത്തേണ്ടതാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ്. അവിടെയൊക്കെ പറയുന്നുണ്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് അവരെ ടെനോർ എന്നുള്ളത് 5 വർഷമാണ്. അതെല്ലാം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സുഖകരമായി പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടക്കാലത്ത് ഇഷ്ടമില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്കൊക്കെ. ഉദാഹരണത്തിന് മുനമ്പം. ഞാൻ ഇത് സംബന്ധിച്ച് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വിളിച്ചുകൂട്ടിയ ഹയർ ലെവൽ കമ്മിറ്റിയിൽ, ഇന്നത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ ആ കമ്മിറ്റിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുനമ്പത്തിന്റെ വിഷയം. നിങ്ങൾ അതുകൊണ്ട് ഒരു പ്രതിയോഗിയായി കാണാതെ അതുകൊണ്ടുള്ള വിദ്വേഷം ബോർഡിന്റെ മുകളിൽ ചുമത്തരുത്. അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അന്ന് ആ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പണി ചെയ്യണമായിരുന്നു. നിലവിലുള്ള സുപ്രീം കോടതി ഉത്തരവ് അടക്കമുള്ള മറ്റു കോടതി ഉത്തരവുകളൊക്കെ അങ്ങനെ തന്നെ സാധൂകരിക്കുന്നുണ്ട്. ഈ പണിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് വ്യക്തമായ പരിഹാര മാർഗങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല അത് അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥത ഇല്ല. ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതിലവിടെ താമസിക്കുന്നവരല്ല കുറ്റക്കാർ. പലതവണ ഞങ്ങൾ അവിടെ പറഞ്ഞതാണ്. അതിന്റെ മെയിൻ കൾപ്രിറ്റ്
എന്ന് പറഞ്ഞത് ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് അമിതമായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നോ മാസങ്ങളോളം സുഖകരമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ നിരവധി കേസുകളാണ് ഞങ്ങൾ അദാലത്തിൽ അവസാനിപ്പിച്ചത്. 100-ലധികം കേസുകൾ വിധിന്യായത്തിലൂടെയും അദാലത്തിലൂടെയും അവസാനിപ്പിച്ചു. ഇത്ര കേസുകൾ ഇത്ര ചുരുങ്ങിയ കാലങ്ങളിൽ വഖഫ് ബോർഡ് ചരിത്രത്തിൽ അവസാനിപ്പിച്ചിട്ടില്ല. അതിൽ 65ഓളം കേസുകൾ അദാലത്തിലാണ്. മീൻസ് അവർ അപ്പീൽ പോകാനുള്ള സാധ്യതയും കൂടി ഇല്ല എന്നർത്ഥം. അപ്പീൽ പോകാൻ സാധ്യത ഇല്ലാത്ത രീതിയിലാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഞങ്ങൾ. അതിനകത്ത് രാഷ്ട്രീയം കണക്കാക്കിയിട്ടില്ല. ഒരു രാഷ്ട്രീയവും ഇല്ലാതെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. കാരണം വഖഫിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഇടതുപക്ഷത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ എന്നോട് ഇത് സംബന്ധിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല. വഖഫിന്റെ കാര്യങ്ങൾ അതിന്റെ നിയമാനുസൃതമായിട്ട് നിങ്ങൾക്ക് പറ്റിയ പോലെ മുമ്പോട്ട് കൊണ്ടുപോവുക, ബോർഡിന് പറ്റിയ പോലെ. നമ്മളോ നമ്മുടെ പാർട്ടിയോ അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നത്. അതിലിടക്ക് ഇത് ഡിസ്റ്റർബ് ആവുന്നത് എപ്പോഴാ? ഡേറ്റ് കൃത്യമായി നിങ്ങൾ ഓർത്തോളൂ. 6-ാം മാസം 2-ാം തീയതി അഥവാ 2/6/26 മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അസ്കർ, ലീഗിന്റെ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുമാണ്. അദ്ദേഹം ഗവൺമെന്റിൽ ഒരു പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു സെക്ഷൻ 14 അനുസരിച്ച് 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഇൻകംപ്ലീറ്റഡ് ആണ്, ഇത് മുഴുവൻ പൂർത്തീകരിച്ചിട്ടില്ല. ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ബോർഡിനെ പിരിച്ചു വിട്ടുകൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് ആദ്യമായി ഒരു പരാതി സർക്കാരിൽ കൊടുക്കുന്നത് 2/6-നാണ്. അതിന്റെ വാക്കിൽ തന്നെ പറയുന്നത്, അതിന്റെ സിനോപ്സിസിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ് in strict compliance with the section 14 of the Waqf Act exhibit P1 which ചേർത്തുണ്ട്. The petitioner contends that certain nominated members don't possess the statutory qualification prescribed under the act. അതിനുശേഷം പറയുന്നത് mandatory categories of members have not been filled and the constitution of the Waqf the board in contrary to the provisions of the Waqf Act എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അത് 11 അംഗങ്ങളാണെന്നും പറയുന്നുണ്ട്. സർക്കാരിനാണ്, കോടതിയിലാണ്. ഇത് സർക്കാരിന് ആദ്യം കൊടുക്കുന്നതിന് ശേഷം ഞാനിലേക്ക് വരാം. ഇതിനെ സംബന്ധിച്ച് കോടതി കൊടുക്കുന്നത്. The government has failed to fill certain mandatory categories contemplated under section 14 of the Act, resulting in incomplete and defective board എന്നതിൽ പറയുകയാണ്. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഈ കോപ്പിയും വെച്ച് ഇതിനകത്ത് 11 മെമ്പർമാരെന്ന് എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് 11 മെമ്പർമാർ വേണ്ടത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന്. ഇത് മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ ഫയലാണ്. ഇത് സർക്കാർ ആദ്യം കൊടുത്ത് എന്നതിന് ശേഷം ഇതിന്റെ കോപ്പി വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ 2/6-ന് സർക്കാരിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, അതിന് സർക്കാരിനോട് ഉത്തരവിടണം. അതിന് ലീഗൽ ലാംഗ്വേജ് അതിന് പറയുക റിട്ട് ഓഫ് മാൻഡമസ് എന്നാണ്. റിട്ട് ഓഫ് മാൻഡമസ് എന്നാണ്. സർക്കാർ പരാതി കൊടുത്തു, എന്നിട്ട് സർക്കാരിനോട് അത് നടപടി സ്വീകരിക്കണം എന്ന് പറയുന്ന പ്രക്രിയക്ക് 2-3 റിട്ടുണ്ടല്ലോ, അത് റിട്ട് ഓഫ് മാൻഡമസ് ആണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് റിജക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു PIലേക്ക് വരാൻ പറഞ്ഞു, പബ്ലിക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പൊതു താല്പര്യ ഹർജിയായിട്ട് വന്നോളാൻ പറഞ്ഞു, റിട്ട് ഓഫ് മാൻഡമസ് കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിലുള്ള ഇതേ വാദഗതികള്, വരികള്, ഇതേ വാദങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന മറ്റൊരു പെറ്റീഷൻ അന്ന് കോടതി പറഞ്ഞതുപോലെ വരികയാണ്. അത് ഷോൺ ജോർജിന്റെ പേരിലാണ് വരുന്നത്. അത് ഷോൺ ജോർജിന്റെ പേരിൽ വരുന്നു. ലീഗ് തുടങ്ങി എന്നിട്ടൊക്കെ ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് കേട്ടോ, എല്ലാം ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. ലീഗ് തുടങ്ങി, ഷോൺ ജോർജ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്ഷൻ 14 പ്രകാരമുള്ളത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നു. ഷോൺ ജോർജിന്റെ പെറ്റീഷന്റെ കൂടെ ആ പെറ്റീഷൻ
കോടതി എടുക്കുമ്പോഴേക്ക് ഇതേ വാദഗതികൾ ഉൾക്കൊള്ളുന്ന പല വരികൾക്കും സമാന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ടാബിളിൽ വെച്ചാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഇതിനു ശേഷം വീണ്ടും ഒരു പെറ്റീഷൻ വരുന്നു. അത് ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ചിന്റെ അടുന്നു. അവരുടെ പരാതിയിലും ഇതേ കാര്യങ്ങൾ പറയുന്നു. അല്ലാതെ വഖഫിൽ അവർക്ക് എന്താ അത്ര താല്പര്യമുള്ളത്? അവർക്കെന്താ വഖഫുള്ള താല്പര്യമുള്ളത്? പക്ഷെ ഇതേ കാര്യങ്ങളാണ് 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒഴിവാക്കണം. അതിനുശേഷം സ്റ്റാലിൻ ദേവൻ എന്നൊരു വ്യക്തി പരാതി കൊടുക്കുന്നു. സ്റ്റാലിൻ ദേവൻ അതിലും പറയുന്ന വരികൾ ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇത് 11 അംഗങ്ങളില്ലാത്തതുകൊണ്ട് പിരിച്ചുവിടണമെന്ന്. ഈ കേസുകളൊക്കെ ഇരിക്കുമ്പോൾ അവസാനമായി ബോറ മുസ്ലിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കുന്നു. നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇവിടെ എവിടെയാണ് ഷിയ ഉള്ളത്, ബോറ മുസ്ലിങ്ങൾ ഉള്ളതെന്ന്. അവരുടെ പേരിലൊരു പരാതി വരെയാണ്. ആ പരാതിയിൽ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ കാറ്റഗറിയിൽ അടക്കം ഉള്ളവർക്ക് തരേണ്ടതാണ്. അങ്ങനെ വന്നാലാണ് 11 പൂർത്തിയാവുക. സെക്ഷൻ 14 അനുസരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. എടുക്കുന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് നോട്ടീസില്ല. ബോർഡ് അതിൽ അഫക്റ്റഡ് പാർട്ടിയാണ്, അഗ്രീഡ് പാർട്ടീസ് ആണ് ബോർഡ്. ഞങ്ങൾക്ക് നോട്ടീസില്ല, ചെയർമാൻ നോട്ടീസില്ല, അംഗങ്ങൾക്കില്ല. അതൊന്നുമില്ലാതെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റൊരു പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു വിധി കൊടുക്കാൻ നിർബന്ധിതാവുന്ന അവസ്ഥ വരുന്നു. ഞങ്ങൾ അതിൽ ആകെ ആശങ്കരം. കാരണം ഈ ചർച്ച വരുന്ന സമയത്ത് നേരെ ഏജ് നേരിട്ട് വരിക കോടതിയിൽ, അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് വരുന്നു. അപൂർവം കേസുകളെ വരുള്ളൂ. എന്നിട്ട് പറയുന്നു ആ പെറ്റീഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോ ചീഫ് ജസ്റ്റിസ് ഏജിയോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം, ഇപ്പോഴും അതൊക്കെ ഡിജിറ്റൽ റെക്കോർഡാണ്, ആർക്ക് വേണമെങ്കിലും ഇപ്പൊ നോക്കാം. ആ പറയുന്നുണ്ട്, നിങ്ങൾ യു ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഏജ് മറുപടി പറയുന്നത് യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ. വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ. എന്താണ് പെറ്റീഷൻ? പെറ്റീഷൻ 11 അംഗങ്ങളുള്ള പൂർത്തിയായ ബോർഡ് വേണം. 11 അംഗങ്ങൾ വേണമെങ്കിൽ 2 നോൺ മുസ്ലിം അംഗങ്ങൾ വേണം. എന്നാലേ 11 പൂർത്തിയാവുള്ളൂ. അത് വേണം. സെക്ഷൻ 14 അനുസരിച്ച് വേണം. ഇതാണ് പെറ്റീഷൻ. ആ പെറ്റീഷനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട AG കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ വിഷയം. എന്നിട്ട് തലയുയരാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഈ കള്ളക്കളിയായിരുന്നു. വ്യക്തമായി പറയട്ടെ, ഈ 4 പെറ്റീഷനുകളും ഡിസൈൻ ചെയ്തിട്ടുള്ള ഏതോ ഒരു ടാബ്ലിൽ നിന്നാണ്. മറ്റൊരു സത്യം, ഇവർക്കൊക്കെ വേണ്ടി ഹാജരായതാരാണ്? ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സ്. വലിയ എക്സ്പെൻസീവ് ആണല്ലോ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് നോക്കാനുള്ളത്. എവിടുന്നാണ് ഇവർക്ക് ഫണ്ട് വന്നിട്ടുള്ളത്? ആരാണ് ഇവരുടെ ഫണ്ടിങ്? അറിയണല്ലോ. എന്താണ് ഇവരുടെ ആവശ്യം? ഏതായിരുന്നു ഇവരുടെ പ്രചോദനമായിട്ടുള്ള സംഗതി? ഇതാണ് അതിന്റെ വസ്തുത. ഇരിക്കുക തുടക്കമുള്ളത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കൊടുത്തിട്ടുള്ള സജൽ എന്ന അഡ്വക്കേറ്റ്. അദ്ദേഹം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹിക്കാണ് അഡ്വക്കേറ്റ്. മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവ് അഷ്കറിന്റെ പേരിൽ കൊടുത്ത പരാതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സെക്ഷൻ 14 അനുസരിച്ച് പൂർത്തിയാക്കണമെന്ന്. അതാണ് ഞങ്ങൾ AG പറഞ്ഞത്. ഷോൺ ജോർജിന്റെ മറ്റൊരു തള്ളിയല്ലോ, എന്നിട്ട് ഷോൺ ജോർജിന്റെയാണ് പിന്നെയുള്ളത്. ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പരാതിയിൽ പറഞ്ഞത് അംഗീകരിക്കുന്നു എന്ന്. ഈ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറയണ്ടായി, ഒരു പത്രക്കാരോട് പറഞ്ഞു കേട്ടു, ഞങ്ങൾ ഷോൺ ജോർജിന്റെ മാത്രമല്ല വേറെ ചില പരാതികളിലാണ്, ഷോൺ ജോർജിന്റെ മാത്രമല്ല 4 പരാതി പറയുന്നത്. എങ്കിൽ അദ്ദേഹം പറയണം വേറെ ഏതാ ഈ 4-ൽ ഏതിനെയാണ് സപ്പോർട്ട് ചെയ്ത് AG എന്നുള്ളത്? കാസയുടെ ആണോ? മിഷണറീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന അവർ പരാതിയുണ്ട്. ആ കാസ കൊടുത്ത പരാതിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? അതല്ല സ്റ്റാലിൻ ദേവൻ എന്ന വ്യക്തി. സ്റ്റാലിൻ ദേവൻ ചർച്ചയിലൊക്കെ വരാറുണ്ട്. പലർക്കും പറയാം അദ്ദേഹത്തിന്റെ നിലപാട് എന്താന്നുള്ളത്. എന്താണ് സംഘപരിവാറിന് ഇതിന് താല്പര്യം? ആ സംഘപരിവാരൻ കൊടുത്ത പരാതിയാണോ സപ്പോർട്ട് ചെയ്തത്? ഏതാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറയണല്ലോ. അതിലെ ഷിയാക്കാരനുണ്ട് എന്ന് പറഞ്ഞു. ഷിയാക്കാരന് കൊടുക്കണമെന്നതാണോ സപ്പോർട്ട് ചെയ്തത്? അല്ലെങ്കിൽ ഏജിലെ ഉത്തരം കറക്റ്റ് ആണല്ലോ. യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ എന്നാ പറയുന്നത്. അത് ഏത് പെറ്റീഷനാണ്?
അത് പറയണല്ലോ, അത് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ലല്ലോ. ഈ കള്ളക്കളിയാണ്. ശ്രീ പിണറായി വിജയൻ അന്നത്തെ സമയത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞത്, കേരളത്തില് ഒരു മതനിരപേക്ഷ സമൂഹമാണ്, ഇവിടെ മതസ്വാതന്ത്ര്യവും സൗഹാർദ്ദവും നിലനിന്നു വരുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ വഖഫ് സ്ഥാപനങ്ങളിൽ നോൺ മുസ്ലിങ്ങളെയോ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡുകളിൽ മുസ്ലിങ്ങളെയോ, കൃത്യമായി പറഞ്ഞതാണ്, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളുടെ മറ്റു ചർച്ചുകളുടെയോ അല്ലെങ്കിൽ രൂപതകളിലോ മറ്റോ ക്രിസ്ത്യാനികൾ അല്ലാത്തവരെയോ തിരികെ കയറ്റി സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ നമുക്ക് താല്പര്യമില്ല. അതിന് ഏതറ്റം വരേക്കും നമുക്ക് അവസാനം പോകാം എന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. ബോർഡ് ആ നിയമത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്. ആ നിയമത്തിന് ഒബേ ചെയ്തിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. 2025 നിയമത്തിന്റെ പ്രൊഡക്റ്റാണ്. ഇത് പറയേണ്ടതും ചെയ്യേണ്ടവരുമാരാണ്. ചെയ്യാനും പറയാനും ഉത്തരവാദപ്പെട്ടവരാണ്. ആരാണ് ചെയ്യാനും പറയാനും ഉത്തരവാദപ്പെട്ടവര്? കേരളം അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകളാണ്. അവർ ഔദ്യോഗികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളത് ചെയ്യാമെന്ന്. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് പറയാമായിരുന്നു? ഇവിടെ കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിനെതിരെ പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ് ഇവിടെ. അതുകൊണ്ട് പറയാമായിരുന്നല്ലോ, ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിയമം ആ അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ കേന്ദ്രത്തിന്റെ നിയമത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ അന്തിമ വിധിക്ക് വിധേയമായ എല്ലാം നടക്കുകയുള്ളൂ. അത് അതിന്റെ വേറൊരു വശമാണ്. എന്നാലും ധാർമ്മികമായി അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയ സംസ്ഥാന അസംബ്ലിയുള്ള ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന് അങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്താറുണ്ടല്ലോ കോടതിയിൽ. കോടതി സ്വീകരിക്കുമോ അല്ലേ എന്നുള്ളത് വേറെ കാര്യം. പറയേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടത്. അങ്ങനെ സർവത്ര കള്ളക്കളിയാണ് കളിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇപ്പം എന്താ നടക്കുന്നത്? സുപ്രീം കോടതിയിൽ ഞങ്ങൾ അത് ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ വരികളെ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ആര് വിചാരിച്ചാലും അജണ്ട മാറ്റി വെക്കാൻ കഴിയില്ല. അജണ്ട മാറ്റി സെറ്റ് ചെയ്യാന്ന് ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. അത് വായിച്ചു നോക്കുന്നവർക്കറിയാം വ്യക്തമായിട്ട്. എല്ലാം ഞങ്ങളുടെ അടുത്ത് രേഖയുണ്ടല്ലോ. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളല്ല ഈ സെക്ഷൻ 14 അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട അതോറിറ്റി ഞങ്ങളല്ല. അപ്പോയിന്റ് ചെയ്യലും ചെയ്യാതിരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശിക്ഷ ഞങ്ങൾക്ക് തരേണ്ട കാര്യമുണ്ടോ? ബോർഡിന് എന്തിനു ശിക്ഷിക്കുന്നു? ചെയ്യേണ്ടവരാണല്ലോ ചെയ്യേണ്ടത്. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ബോർഡിന്റെ ഔദ്യോഗിക തീരുമാനമല്ല. അത് സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അങ്ങോട്ടാണ് പോകുന്നത്. അതിന്റെ ക്രെഡിറ്റുമാർക്കാണ് പോകുന്നത്. അവർ ചെയ്താൽ ഞങ്ങൾക്ക് എതിർക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ, ബോർഡിനെതിരെയുള്ള അനവസരത്തിലും നിയമരഹിതവുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങളെ പിൻവലിക്കണം, അത് ലിഫ്റ്റ് ചെയ്യണം. അത് മാത്രമാണ് ഞങ്ങളുടെ വാദം. അതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾ ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ്. ബാക്കിയെല്ലാം അതിന്റെ ഓരോ പരാതികളുടെ വിശകലനത്തിന്റെ ഭാഗമായി അതെല്ലാം നേരിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, വീണ്ടുമുള്ള ഒരു കള്ളക്കളി. ഇപ്പൊ ഇന്ന് ഉണ്ടായ ഒരു ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം, കേന്ദ്രത്തിന്റെ സോളിസിറ്റർ ജനറൽ നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, സോളിസിറ്റർ ഓഫീസിൽ നിന്ന് ഇതിന്റെ ഫയൽ വേണം. എന്താ ഫയൽ വേണം? കേരള ഗവൺമെന്റ് നേരിട്ട് ഇതിനകത്ത് ഹാജരാകുന്നതിന് പകരം ഞങ്ങൾ കേന്ദ്രത്തിന് ഹാജരാവാനാണ് കേസിൽ നിന്ന്. അവിടെയും കേരളത്തിലെ ഗവൺമെന്റിന്റെ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലും സോളിസിറ്റർ ജനറലുടെ ഓഫീസുമായി ഉണ്ടാക്കിയ ആ കള്ളക്കളിയും ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരും. വീണ്ടും ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാനാണ് ഈ 11 അംഗങ്ങളെ ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നത്, അതിൽ മുസ്ലിങ്ങളല്ലാത്ത നോൺ മുസ്ലിങ്ങളെ വെക്കേണ്ടി വന്നത് കേന്ദ്രത്തിന്റെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ വന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്യാറുണ്ട്, അവർ വാദിച്ചത് കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയാനാണ്. തങ്ങളുടെ AG, തങ്ങളുടെ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു കുരുമാല്. അതിന്റെ തുടക്കം തന്നെ